ജയവിഷൻ ചാനലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ഫെബ്രുവരി 28 മുതൽ 40 ദിവസം തുടർച്ചയായി ഇസ്രയേലും അമേരിക്കയും ഇറാനോട് ഏറ്റുമുട്ടുകയും മധ്യപൂർവ്വദേശത്ത് ആശങ്കാജനകമായ അന്തരീക്ഷം ഉളവാകുകയും ചെയ്ത കാര്യം നമുക്കേവർക്കും അറിവുള്ളതാണല്ലോ. എന്നാൽ ട്രംപ് ഒരു 15 ദിവസത്തെ വെടിനിർത്തൽ കരാർ പ്രകാരം യുദ്ധം നിർത്തിവെക്കുകയും അവരെ ഒരു ചർച്ചയുടെ രംഗത്തെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അതിന് മീഡിയേറ്ററായി നിന്നത്, അതിന് മധ്യസ്ഥ വഹിച്ചത് പാകിസ്ഥാനാണ്. ഈ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയത് മധ്യസ്ഥനായി ഈ യുദ്ധം നിർത്തുവാൻ വേണ്ടി ഉള്ള ചർച്ചകൾക്ക് മധ്യസ്ഥനായി പാകിസ്ഥാനെ കണ്ടെത്തിയതും പാകിസ്ഥാൻ അതിൽ മുൻകൈ എടുത്തതും അത് ഇന്ത്യക്ക് വലിയ ക്ഷീണമായിപ്പോയി. നമ്മുടെ പ്രധാനമന്ത്രിയുടെ കഴിവുകേടാണ്, അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യ വകുപ്പിൻ്റെ കഴിവുകേടാണ് എന്നെല്ലാം പറഞ്ഞ് വളരെ ആക്ഷേപകരമായി ഈ സമൂഹ മാധ്യമങ്ങളിൽ പലരും പറയുകയുണ്ടായി. എന്നാൽ അതെന്തുകൊണ്ടാണ് പാകിസ്ഥാനെ ഇവർ മധ്യസ്ഥനായി നിയമിച്ചത് എന്നുള്ള കാര്യം ഓർക്കണം. അതിനു മുൻപ് സൗദി അറേബ്യ, അതായത് ഈ പശ്ചിമേഷ്യൻ ഈ യുദ്ധത്തിൽ ഇറാൻ യാതൊരു കാരണവുമില്ലാതെ GCC രാഷ്ട്രങ്ങളായ സൗദി അറേബ്യ, ഒമാന്, കുവൈറ്റ്, ഖത്തർ മുതലായ രാജ്യങ്ങളെ ആക്രമിച്ചിരുന്നു. UAE അവർക്ക് വളരെ മാരകമായ ഒരു ആക്രമണത്തിൽ ചില ജീവൻ നഷ്ടപ്പെടുകയും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം നശിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെയുള്ള സാഹചര്യത്തിന് മുൻപ് തന്നെ ഇങ്ങനൊരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ഒരു കരാർ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഉണ്ടാക്കിയിരുന്നു. അതായത് സൗദി അറേബ്യയെ ആരെങ്കിലും ആക്രമിച്ചാൽ പാകിസ്ഥാൻ അതിലിടപെടണമെന്നും പാകിസ്ഥാനെ ആക്രമിച്ചതായി കരുതുകയും പാകിസ്ഥാൻ അവരെ തിരിച്ചാക്രമിക്കുകയും ചെയ്യണമെന്നും, അതുപോലെ പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ സൗദി അറേബ്യ അതുപോലെ തന്നെ ഒരുമിച്ച് നിന്ന് അവരെ എതിരാളികളെ ആക്രമിക്കണമെന്നുള്ള ഒരു കരാർ. അങ്ങനെ ആ കരാർ ഒപ്പിട്ടു. അങ്ങനെ ഈ പാകിസ്ഥാൻ്റെ ആണവ ആയുധ സംരക്ഷണം ആയുധത്തിൻ്റെ ആ സംരക്ഷണ വലയത്തിൽ സൗദി അറേബ്യയെ ഉൾപ്പെടുത്തണമെന്നും ഉള്ള കരാറായിരുന്നു അത് പ്രധാനമന്ത്രിയും അവിടെ സൈനിക മേധാവിയൊക്കെയും ഇവിടം സന്ദർശിച്ച് കരാർ ഉറപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കെയാണ് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് സൗദിക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും പാകിസ്ഥാൻ അനങ്ങിയില്ല. അപ്പോൾ പുതിയ ചില സംഭവ വികാസങ്ങൾ ഉരുത്തിരിയുകയാണ്. ഈ 40 ദിവസത്തെ യുദ്ധം കഴിഞ്ഞു, 15 ദിവസത്തെ വെടിനിർത്തലും പ്രഖ്യാപിച്ചു. ഇവരെ ഒരു ഡിസ്കഷൻ ടേബിളിലേക്ക് ഈ ഇറാനെ കൊണ്ടുവരണം. ഇറാൻ മടിച്ചു നിൽക്കുകയാണ്. അങ്ങനെയാണ് പാകിസ്ഥാനെ ഇതിലേക്ക് പെടുത്തുന്നത്. ഈ പാകിസ്ഥാനെ ഇതിലേക്ക് ബോധപൂർവം ബുദ്ധിപരമായിട്ട് തന്ത്രപരമായിട്ട് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, അമേരിക്കയ്ക്കറിയാം, അമേരിക്കയുടെ ഇൻ്റലിജൻസിനും ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസിനും അറിയാം, ഒരിക്കലും ഇവർ കീഴടങ്ങുകയില്ല. ഇപ്പോഴത്തെ ഇറാൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവനും നശിച്ച് വല്ലാതെ ആയിരിക്കുകയാണ്. മണ്ണിനടിയിലും അവിടുന്ന് ഇവിടെ ഒളിച്ചു വെച്ച കുറച്ച് മിസൈലുകൾ അവർക്കുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇത് തരം കിട്ടിയാൽ ഇനിയൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ GCC രാഷ്ട്രങ്ങളെ ആക്രമിക്കും. എന്നാൽ അവരുടെ തൊട്ടടുത്ത് ഒരു 250 മൈൽ അടുത്ത് കിടക്കുന്ന അമേരിക്കൻ കപ്പലുണ്ട്. അതിനെ ഒരു ചുക്കും അവർക്ക് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുമില്ല, ശ്രമിക്കത്തുമില്ല. കാരണം അപ്പോൾ കളി മാറുമെന്നുള്ള അവർക്കറിയാം. അതിനു പകരം ഈ പാവങ്ങളെയാണ് അവർ ഉപദ്രവിക്കുന്നത്. ഇനിയും യുദ്ധം ഒരു കാരണവശാലും ചർച്ചയ്ക്ക് അവർ വരികയില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം അവരുടെ പിന്നിൽ ചൈനയും റഷ്യയും അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് ആയുധം കൊണ്ടാണെന്ന് നമ്മൾ പറയുന്നില്ല, ആയുധം കൊണ്ടാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷേ അവർക്കൊരു മോറൽ സപ്പോർട്ട് ചൈന കൊടുക്കുന്നുണ്ട്, റഷ്യയും കൊടുക്കുന്നുണ്ട്. റഷ്യ അവിടെ ഉക്രൈൻ യുദ്ധത്തിൽ അവിടെ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ചൈന ഇന്ന് വരെ ഒരു രാജ്യത്തെ ആക്രമിച്ചതായിട്ട് ചരിത്രമില്ല. ആയുധമുള്ള ഒരുത്തനെ അവർ ആക്രമിച്ചതായിട്ട് ചരിത്രമില്ല. അപ്പോൾ ചൈനയ്ക്ക് ഒരു യുദ്ധത്തിന് പരിചയവുമില്ല, അമേരിക്കയോടൊരു യുദ്ധം ചെയ്യാനുള്ള
ഉള്ളൊരു താല്പര്യം അവർക്കില്ല. കാരണം അതിനുള്ള കഴിവ് അവർക്കില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ അവരുടെ കുറച്ച് ഉപകരണങ്ങളും കുറച്ച് യുദ്ധോപകരണങ്ങളൊക്കെ ആർക്കെങ്കിലും കൊടുക്കാം, അത് ഇച്ചിരി കാശ് കിട്ടുന്ന ഇടപാടാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. പാകിസ്ഥാനെ എന്തുകൊണ്ട് മധ്യസ്ഥനാക്കി ഇത്രയും പ്രഭാവത്തോടെ നിൽക്കുന്ന ഇന്ത്യയെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും അവോയ്ഡ് ചെയ്തു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ സംശയം. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഭാവിയിൽ ഒരു യുദ്ധമുണ്ടായാൽ ഇറാൻ കീഴ്പ്പെടാത്ത പക്ഷം ഒരു പക്ഷേ ലിമിറ്റഡ് തോതിൽ അണുവായുധം പ്രയോഗിക്കേണ്ടി വന്നേക്കാം. അതിനൊന്നും ഇടവയാകുകയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നാൽ ഒരു ക്രിസ്ത്യൻ രാജ്യമായ ഇസ്രയേലും മറ്റൊരു മതത്തിൽപ്പെട്ട യഹൂദനും അവിടെ ബോംബിട്ടെന്നുള്ള ചരിത്രം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി മുസ്ലിം രാജ്യം തന്നെ ബോംബിട്ട് നശിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടി, അണുബോംബിട്ട് നശിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടി ആണ് പാകിസ്ഥാനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് സൗദി അറേബ്യ ആക്രമിക്കും. സൗദി അറേബ്യ ആക്രമിക്കപ്പെടുമ്പോൾ പാകിസ്ഥാന് കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഒക്കത്തില്ല. പാകിസ്ഥാനോട് അടി തുടങ്ങും. പാകിസ്ഥാനിലേക്ക് വളരെ എളുപ്പം അവർക്കൊരു 10-25 മിസൈൽ ഒരുമിച്ച് വിടാം. ഇതിനെ തടയാനുള്ള സംവിധാനം പാകിസ്ഥാനില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാനിൽ വലിയ നാശനഷ്ടം ഉണ്ടാകും. ആ നാശനഷ്ടം അമേരിക്ക പറയും, നിനക്ക് അടിയിട്ടിയില്ലേ, നീ അങ്ങോട്ട് തകർക്കാൻ പറയും. അങ്ങനെ കുട്ടിക്കുരങ്ങനെ കൊണ്ട് വെന്ത കിഴങ്ങ് മാന്തി എടുക്കുന്നത് പോലെ ഈ പാകിസ്ഥാൻ എന്നുള്ള ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് കാര്യം സാധിച്ചെടുക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പാകിസ്ഥാനെ മധ്യസ്ഥയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യം എന്നുള്ള നിലയിൽ ഇറാനുമായിട്ട് ചില ആക്സസൊക്കെ ഉണ്ട്, അതുമൊക്കെ പ്രയോജനപ്പെടുത്താം. പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, ഈ കാര്യം ആരും പറഞ്ഞിട്ടില്ല കേട്ടോ, ആത്യന്തികമായ ലക്ഷ്യം ഒരു ലിമിറ്റഡ് തോതിൽ ആറ്റം ബോംബ് പ്രയോഗിക്കേണ്ടി വന്നാൽ അത് പാകിസ്ഥാനെ കൊണ്ടങ്ങ് ചെയ്യിക്കാം. പാകിസ്ഥാൻ എന്ത് പറഞ്ഞാലും അമേരിക്ക കേൾക്കും, ഇച്ചിരി പൈസ കൊടുത്താൽ മതി. ഈയിടെ തന്നെ ഒരു $5 ബില്യൺ സൗദി അറേബ്യ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയുള്ള നക്കാപ്പിച്ച മേടിച്ചാണ് ഇപ്പോൾ അവർ കാര്യം നടത്തുന്നത്. അപ്പോൾ ഈ സംഭവിക്കാൻ പോകുന്ന ഇതാണ്, യുദ്ധം എന്തായാലും വീണ്ടും ഉണ്ടാകും, അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇറാൻ ഒരിക്കലും ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് വരികയില്ല. ഇവർ സമയം ലാഗ് ചെയ്ത് നീട്ടിക്കൊണ്ട് പോയിട്ട് ഇവരെങ്ങനെയെങ്കിലും ആറ്റം ബോംബ് ഉണ്ടാക്കാൻ നോക്കും. ഈ ആറ്റം ബോംബ് അവർ പ്രയോഗിക്കാനുള്ള സാധ്യത വളരെയധികമാണ്. ഇത് US ആർമിക്കും US ഇൻ്റലിജൻസിനും ഇസ്രായേൽ ഇൻ്റലിജൻസിനും എല്ലാം അറിയാം. അതുകൊണ്ട് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാഹചര്യത്തിൽ യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടേക്കാം. അത് മധ്യപൂർവ്വ ഏഷ്യയെ ശരിയായി, അതായത് GCC രാഷ്ട്രങ്ങളെ ശരിയായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട്, ഒരു സമാധാനം ലോകത്തിലുണ്ടാകട്ടെ എന്നും പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഫോളോ ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം.